കേരളത്തെ ലജ്ജിപ്പിച്ച കൊണേസന്റെ ചരിത്ര പ്രസംഗം. കേരളത്തിലെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ള രാഷ്ട്രീയക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ചിന്ന കുളന്തകൾ പോലും പറയും ആര്, KK എന്ന കൊട്ടാരക്കര കൊണേശൻ എന്ന്. അയ്യോ, മാമനോട് പിണക്കം തോന്നരുതേ, ഇത് എനിക്ക് പേറ്റന്റുള്ള ഡയലോഗല്ല. KKയുടെ സൃഷ്ടികർമ്മത്തിൽ നേരിട്ട് പങ്കെടുത്ത അപ്പനാര് അഥവാ ബയോളജിക്കൽ ഫാദർ പറഞ്ഞതാണ്. എന്താ സംശയമുണ്ടോ എന്നാ കേട്ടുള്ളൂ. വിളച്ച എന്തുകൊണ്ടാ ലവൻ നമ്മുടെ കൊള്ളാവുന്ന നേതാക്കളുടെ അടുത്ത് ഈ കൊസറക്കൊള്ളി പരിപാടിയൊക്കെ എടുക്കുന്നത്? പ്രസവിച്ച വേദന അറിയണം ഒരു രാഷ്ട്രീയക്കാരൻ. എന്നാലേ പ്രസവ വേദന ഒരു അമ്മ അറിയണമെങ്കിൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മന്ത്രി പ്രസവ വേദനയോ രാഷ്ട്രീയത്തിൽ ചോരെഴുത്ത് നടത്തിയോ, അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചോ, പട്ടിണി കിടന്നോ, തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി 12 മണിക്കും 1 മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ, കടത്തുണ്ണെ കിടന്നു ഉറങ്ങിയതോ, പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ. സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ, സുഖപ്രസവമല്ല, വേദനയുള്ള പ്രസവമല്ല. അപ്പോൾ അതിൻ്റെതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും. അതാ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നോ? ഇല്ലേ? എന്നാ പറഞ്ഞു. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും ടി വിയിലൊക്കെ വന്നല്ലോ. KKക്ക് എന്തുകൊണ്ടാണ് അങ്ങ് സ്വത്തുക്കൾ മുഴുവനും നൽകാഞ്ഞത്? മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറേ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടി വരും. പിള്ളച്ച ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. പിള്ളച്ച ശരിക്കും ഇവൻ പിള്ളാച്ചൻ്റെ മോനാണോ? മീൻസ് ബയോളജിക്കൽ ഫാദർ? അച്ഛനായി പോയതിനിപ്പോൾ എന്ത് ചെയ്യാനത്? എനിക്കിനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാൻ പോകും. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല. കാരണം എന്തിനാഗ്രഹം? ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിലിട്ടേച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത്. അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ. ഇനി കൊണേശൻ്റെ സ്വന്തം പെങ്ങളുടെ അഭിപ്രായം നമുക്ക് ആരായാം. പെങ്ങളെ, പൊന്നാങ്ങളെ എങ്ങനെയുണ്ട്? എൻ്റെ കൊച്ചുമകൻ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് ഒന്നും ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ് കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പറഞ്ഞ് അതിൻ്റെ സകല റെക്കോർഡ്സും ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് വെച്ചിരിക്കും. ഇത്രയും ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആൾ ആ ബാലകൃഷ്ണപിള്ളയുടെ സ്വന്തം കൊച്ചുമകന് വേണ്ടി കരുതിയ പൈസ പോലും കൊടുക്കാതെ തട്ടിപ്പറിച്ച് വെച്ചിരിക്കുന്ന അതാണോ മനുഷ്യത്വം? അതാണോ ചാരിറ്റി? ഇനി നമുക്ക് കൊണേശൻ്റെ വ്യഭിചാരം സഹിക്കവയ്യാഞ്ഞ് കണ്ട സീരിയൽ നടിമാരുടെ ഭർത്താക്കന്മാർ മന്ത്രിമന്ദിരത്തിൽ വന്ന് തൻ്റെ മുന്നിലിട്ട് ചന്നാപിന്ന ചവിട്ടിക്കൂട്ടി മൂക്കിൻ്റെ പാലം ഒടിക്കുന്നത് കണ്ട് ഇവൻ സൃഷ്ടിച്ച 2 ആൺകുട്ടികളുമായി വിവാഹബന്ധം ഉപേക്ഷിച്ചു പോയ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയുടെ വാക്കുകൾ കേൾക്കാം. പെങ്ങളെ, ഈ കടന്ന് അട്ടഹാസം കാണിക്കുന്ന കൊണേശൻ്റെ തനിക്കുണമെന്ന് വിശദീകരിക്കാമോ? ആളുകളെല്ലാം പഴയ കാര്യങ്ങൾ മറന്നുപോയി, അതുകൊണ്ടാണ്. അകത്ത് ഓഫീസ് റൂമിനകത്ത് എന്തോന്നു സംസാരിക്കാൻ വേണ്ടി പോയി, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ പോയത്, കാറിൽ പോയത്, എങ്ങനെയാണ് അവരെ പിക്കപ്പ് ചെയ്തത്, എവിടെയാണ് കൊണ്ടുപോയത്, എന്താ നടന്നത്, എല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നേരെ എൻ്റെ ഹസ്ബൻഡ് നേരെ മിനിസ്റ്റർ എന്ന് പറയുന്ന ആള് അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇതേപോലത്തെ ഒരു റിലേഷൻ, ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ പീഡനം നടക്കുന്നത്. ഇനി നാട്ടുനടപ്പനുസരിച്ച് നമുക്കൊരു സമുദായ പ്രമാണിയുടെ അഭിപ്രായം കൂടി കേൾക്കണം. അഭിപ്രായം എടുത്ത് കമത്തുന്നത് മറ്റാരുമല്ല, SNDP ചീഫ് ജസ്റ്റിസ് നടേശ കുരുക്കളെ അങ്ങോട്ട് മൊഴിഞ്ഞാലും ഗണേശനെ ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ വഴിയെ കൊണ്ടുപോകാൻ കൊള്ളാവുന്ന ഒരാളല്ല. ശുദ്ധി എന്ന് പറഞ്ഞാൽ സ്വഭാവ ശുദ്ധി അശേഷമില്ല. സാമ്പത്തികമായ ഒരു സാമ്പത്തിക ആസക്തി വളരെ കൂടിയാണ്. ഈ സാമ്പത്തിക ആസക്തി കൂടിയ ഒരാളും പിന്നെ പെണ്ണിനോട് ആസക്തി കൂടിയ 2 ആസക്തി വളരെ കൂടുതൽ വെച്ചു പുലർത്തുന്നത് ഈ ഒരു പകൽമാന്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത്
ഈ രാജ്യത്ത് വന്ന ജനാധിപത്യത്തിന്റെ വലിയൊരു അപജയമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വ്യഭിചാര കഥകളെല്ലാം ഒരു വിധത്തിൽ അടങ്ങി. ഉമ്മൻചാണ്ടി വിഷയത്തിലും സരിത വിഷയത്തിലും നാട്ടുകാർ വലിച്ചു കീറി ഒട്ടിച്ച് ഒടുക്കം കാരണഭൂതനെ സോളാർ വിഷയത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് സരിതയുടെ അംബാസഡർ കാറിന്റെ ബലത്തിൽ മന്ത്രിയായപ്പോൾ തൊട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിളപ്പാണ്. തിളപ്പെന്ന് പറഞ്ഞാൽ ചില്ലറ തിളപ്പല്ല, വണ്ടി ഓടിപ്പ്, തള്ളയ്ക്ക് വിളി, ഉദ്യോഗസ്ഥരെ വിരട്ടൽ എന്ന് വേണ്ട മുടിഞ്ഞ അട്ടഹാസം. അങ്ങനെ സഹികെട്ട് ഇടതു നേതാക്കൾ ഈ പട്ടി ഷോ കണ്ട് മനസ്സുമെടുത്ത് അത്യാവശ്യം പണി കൊടുത്ത് കരയ്ക്കെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഒരു സമാധാനമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും കഴിഞ്ഞ ദിവസം ഉശിരുള്ള ആൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കുലംകുത്തി പത്മജയ്ക്ക് ചെറിയൊരു ഡോസ് കൊടുത്തപ്പോൾ അതിൻ്റെ വാലിൽ പിടിച്ച് ഷൈൻ ചെയ്യാൻ ദാ വന്നിരിക്കുന്നു കൊട്ടാരക്കര ഗണേശൻ. പ്രസംഗം കേട്ട് ഗണേശൻ്റെ ചങ്ക് പൊട്ടിയെന്ന്, ആർക്കുമില്ലാത്ത സഹോദര സ്നേഹം അണപൊട്ടി ഒഴുകിയെന്ന്, മിണ്ടാതിരുന്ന കോൺഗ്രസ്സുകാരെല്ലാം കുലംകുത്തികളാണെന്ന്. ആ കാലത്ത് കരുണാകരൻ്റെ അടുക്കള സൈഡിൽ ഒലിപ്പിച്ചുകൊണ്ട് നിന്ന ഗണേശൻ കണ്ട കാഴ്ചകൾ വർണ്ണിക്കുന്നത് കേൾക്കുക. ആദ്യം അപ്പൻ്റെ കോൺഗ്രസ് ബിയിൽ നിന്ന് പിന്നെ കോൺഗ്രസിലേക്ക്, അവിടെ നിന്ന് കുതികാല് വെട്ടി LDFിൽ വന്ന മോനാണ് ഇതൊക്കെ പറയുന്നത് എന്നോർക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, പത്മജ അവസാനത്തെയാൾ, കോൺഗ്രസിന്റെ എല്ലാ മുഖ്യമന്ത്രിമാരും വടക്കേ ഇന്ത്യയിലെ എല്ലാ പഴയ മുഖ്യമന്ത്രിമാരും BJPയിൽ ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിമാർക്കും ചേരാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്ത ആന്റണി സാറ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനെ, ആരോഗ്യവാനായ മകനെ കൊടുത്തുകൊണ്ട് ആ നേർച്ച നടപ്പിലാക്കി. നമ്മൾ ഈ നല്ല ആടിനെ നോക്കി പള്ളിയിൽ നേർച്ച കൊടുക്കും, അല്ലാതെ മുണ്ടി ആടിനെ കൊണ്ട് ആരെങ്കിലും പള്ളിയിൽ നേർച്ച കൊടുക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരനായ മകനെ AK ആന്റണി അങ്ങ് നൽകിക്കൊണ്ട് ഒരു നേർച്ച കൊടുത്തു. കരുണാകരൻ സാറ് ജീവിച്ചിരിപ്പില്ലെങ്കിലും മകള് BJPയിൽ ചേർന്നു. ഈ മകൾ BJPയിൽ ചേർന്നത് കൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു നഷ്ടമില്ല, ഒരു കുന്തവുമില്ല. ആരവിടെ പോയാൽ നമുക്കെന്ത്? നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരും പോകുന്നില്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ രാവിലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരും പോകാൻ ബാക്കിയില്ല. അപ്പോൾ എന്താ പറയുക, പത്മജയുടെ പിതൃത്വത്തെ പറ്റി ഒരുത്തം ചോദിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കരുണാകരനുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന, ലീഡറുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അന്നും ലീഡറെ പറ്റി നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ LDFിൽ നിൽക്കുമ്പോഴും ഇന്നും ലീഡറെ പറ്റി നല്ലതേ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് ഒരാളെ പറ്റി അഭിപ്രായം രൂപീകരിക്കപ്പെട്ടാൽ എന്നും അത് തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന നേതാവാണ്. എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വഴികാട്ടി അദ്ദേഹം. എൻ്റെ അച്ഛനെ നിർബന്ധിച്ചാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ലീഡറുടെ നിർബന്ധം കൊണ്ടാണ്. ആ മനുഷ്യരോട് ആ നന്ദി, നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം. ശ്രദ്ധിക്കുക, പിള്ളാച്ചനാണ് ബയോളജിക്കൽ ഫാദർ എങ്കിലും പൊളിറ്റിക്കൽ ഫാദർ കരുണാകരനാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കരുണാകരൻ്റെ വീട്ടിൽ അങ്ങേരുടെ മകൾ BJP ചേരോ നക്സലി ചേരോ എവിടെയാണോ പോട്ടെ, നമുക്കൊന്നുമില്ല. അവരെവിടെ പോയാലും നമുക്കൊരു കുന്തവുമില്ല LDFിന്. പക്ഷേ ഞാൻ പറയുകയാണ്, ആരാണ് കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയാം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ആരാണ് കോൺഗ്രസ്സുകാർ. നന്ദി കെട്ടവരാണ്, വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ്, വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ്. കരുണാകരൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത കാലത്തും. എന്നോടൊരു പുത്രതുല്യ വാത്സല്യം സ്നേഹം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന 9 അസംബ്ലിയിലെ MLA-മാരുമായി കേരളത്തിൻ്റെ നിയമസഭയിലെത്തി 50-ലധികം MLA-മാരുമായി കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന കരുണാകരൻ്റെ അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്? ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ 2 തന്തയുണ്ടോ ഒരാൾക്കില്ലല്ലോ, ഒരച്ഛനല്ലേ ഉള്ളൂ. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? എനിക്ക് അറിഞ്ഞാത്തോണ്ട് ചോദിക്കുക. ഗണേശ, നിർത്ത്. തനിക്ക് 2 തന്തന്മാരിൽ നിന്ന്, മീൻസ് പൊളിറ്റിക്കൽ തന്ത ഇല്ലെന്നും ബയോളജിക്കൽ തന്ത മാത്രമേ ഉള്ളൂ എന്നും അല്പസമയം മുമ്പല്ലേ പറഞ്ഞത്? ജസ്റ്റ് ആ ഭാഗം ഒന്നുകൂടെ കേൾപ്പിച്ചേ. കരുണാകരനുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന, ലീഡറുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അന്നും ലീഡറെ പറ്റി നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ LDFിൽ നിൽക്കുമ്പോഴും ഇന്നും ലീഡറെ പറ്റി നല്ലതേ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് ഒരാളെ പറ്റി അഭിപ്രായം രൂപീകരിക്കപ്പെട്ടാൽ എന്നും അത് തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന നേതാവാണ്. എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വഴികാട്ടി അദ്ദേഹം. എൻ്റെ അച്ഛനെ നിർബന്ധിച്ചാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ലീഡറുടെ നിർബന്ധം കൊണ്ടാണ്. ആ മനുഷ്യരോട് ആ നന്ദി, നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം. ഇതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പൊളിറ്റിക്കൽ തന്ത എന്ന്. ഇപ്പോൾ മനസ്സിലായോ? താങ്കളുടെ പൊളിറ്റിക്കൽ തന്തയാരാ? ലീഡർ. കരുണാകരൻ സാറിൻ്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും
വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ. ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അയാളൊരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത്. ബാക്കി നന്ദി കെട്ടവർ. നിങ്ങൾ കാണാം അവിടുത്തെ സീനം തന്നെയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം. ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പത്മ ചേച്ചിയുടെ കാലിൽ തൊട്ടു. ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ്. ഗണേശ, നേരം വെളുക്കുന്നതിന് മുമ്പ് കരുണാകരൻ്റെ അടുക്കള പരിസരത്ത് തനിക്ക് എന്തായിരുന്നു പരിപാടി? തൻ്റെ അപ്പം തന്നെ പറയുന്നത് താങ്കൾ ആൾ ശരിയല്ല എന്നാണ്. ആ കാലഘട്ടത്തിൽ ഗണേശ് ഒരു വീട്ടിൽ കയറിയെന്നറിഞ്ഞാൽ വാറുണ്ണി കയറിയ വീട് പോലായിരുന്നു അത്. ഒരു പെണ്ണിനോട് മിണ്ടിയെന്നറിഞ്ഞാൽ അവളുടെ ജീവിതം കോഞ്ഞട്ടയാകുമായിരുന്നു. പിന്നീട് കല്യാണം പോലും നടക്കാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഗണേശൻ ആ വീടിൻ്റെ അടുക്കളപ്പുറത്ത് നിൽക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനക്കേട് മറ്റാർക്കുമല്ല, കരുണാകരൻ്റെ കുടുംബത്തിന് തന്നെയാണ്. ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് കയറ്റി വിടണം. 6:30 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു. അച്ഛാ ഇതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിൻ്റെ കാലിൽ തൊട്ട് എഴുതു. ആരെ? എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടവനാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല. അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ. ഞാനിപ്പോൾ അവർ BJP എവിടെ പോയി ചേർന്നാലും ഞാൻ ചേച്ചി എന്നാ വിളിച്ചേ, ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ. അത് വേറെ കാര്യം. ഗണേശ, നീ ചേച്ചി അമ്മ എന്നൊക്കെ വിളിച്ചവരെ എല്ലാം ബേഷായി തേച്ചിട്ടുണ്ട്. ശ്രീവിദ്യയെ വിദ്യാമേ എന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നു. താനും ഒരു സീരിയൽ നടിയും കൂടി അവരെ കൊല ചെയ്തു, കൊല്ലാതെ കൊന്നു. അവരെ വട്ടിയൂർക്കാവ് ഇലിപ്പോടുള്ള ഒരു പട്ടിക്കാട്ടിൽ കൊണ്ടേയിട്ടു. ആ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തി. പിടി വീഴും എന്നായപ്പോൾ അതിൽ കുറെ തലയിൽ നിന്നും ഒഴിവാക്കി ചലച്ചിത്ര അക്കാദമിയുടെ കയ്യിലാക്കി. പക്ഷേ അതിൻ്റെ എല്ലാം രേഖകൾ ശാസ്തമംഗലം വെണ്ടർ അവർ അബോധാവസ്ഥയിൽ വീട്ടിൽ കിടന്നപ്പോൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തയ്യാറാക്കിയ വിൽപ്പത്രമടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് ഗണേശ. താങ്കൾ കൂടുതൽ ഗുണവധികാരം അടിക്കല്ലേ ഗണേശ. പക്ഷെ പോന്നിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണല്ലോ പോയി പറഞ്ഞവരും വിവരം കെട്ടവരാണ്, സംസ്കാരശൂന്യനാണ്. പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്നാൽ തോറ്റുപോകും CPM-നോടെന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച, അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ. അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ തെമ്മാടിത്തനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറോ? രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായോ? പണ്ട് കരുണാകരന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്തേക്ക് പോകുമായിരുന്നു. അപ്പോഴും അവൻ്റെ മുണ്ടിനുള്ളിലുള്ള പഴത്തിൻ്റെ അളവും നോക്കി ഗണേശൻ അടുക്കള വശത്ത് നിൽപ്പുണ്ടായിരുന്നു, കൊതിയോടെ. നോട്ട് ദ പോയിന്റ്. ഇതൊക്കെ അറിയണം. കോൺഗ്രസ്സുകാരെ തനിയാറെ അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം. പക്ഷെ വേറെ ആൾക്കാർ കൊട്ടാരക്കരയിലെ കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും, മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ, പോലീസും എല്ലാം നിൽക്കുകയാണ്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നിൽക്കുക. അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും. എന്നിട്ട് ഇത് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങുക. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGP-യും അടക്കമുള്ളവർ ധരിക്കണം. സരിതയോട് ചോദിച്ചാൽ ഇതുപോലെയുള്ള ധാരാളം പഴക്കഥകൾ പറഞ്ഞു തരും, കൊട്ടാരക്കരക്കാരും പറയും. അതുകൊണ്ട് കൊട്ടാരക്കര ഗണേശ നല്ല ഒറ്റത്തന്തയുള്ള, നല്ല പെങ്ങന്മാരുള്ള, നല്ല ഭാര്യമാരുള്ളവരെ ചൊറിയാൻ ഇനി ഇറങ്ങുന്നതിന് മുമ്പ് 2 വട്ടം ഇരുന്നാലോചിക്കണം. അല്ലെങ്കിൽ നാറിപ്പോകും. ജാഗ്രത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.